ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. താടക നിഗ്രഹവും യജ്ഞസംരക്ഷണവും അഹല്യാശാപമോചനവും ഇവ നിർവഹിച്ച് തൻ്റെ പൂർണ്ണമായ അവതാരഭാവത്തെ എടുത്തു കാണിച്ച ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശത്തോടുകൂടി മിഥിലയിലെത്തി അവർക്കുചിതമായ സ്വീകരണം പൂജാപൂർവം ജനക മഹാരാജാവ് നിർവഹിച്ചു. ആ സമയത്ത് ജനകൻ്റെ ആ സ്ഥാനത്ത് സുദീർഘകാലമായി തലമുറകളായി സൂക്ഷിച്ചു പോരുന്ന ശൈവചാപം, മാഹേശ്വര ചാപം, അതിനെക്കുറിച്ച് വിശ്വാമിത്രൻ ശ്രീരാമന് പറഞ്ഞുകൊടുത്തു. ശ്രീരാമൻ അതൊന്ന് കാണിച്ചു കൊടുത്തുകൂടെ എന്ന് ജനകനോട് ചോദിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഈ വില്ല് ശ്രീരാമൻ കുലയ്ക്കുന്ന പക്ഷം സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത രാമൻ നേടും എന്നത് ജനകൻ അറിയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ അനുജ്ഞയോടുകൂടി തൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ട വില്ല് കുലയ്ക്കാൻ രാമൻ ഒരുങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ കേട്ട ഭാഗത്ത് ആയിരക്കണക്കിന് മണികളാൽ അലങ്കരിക്കപ്പെട്ട വിചിത്രങ്ങളും വിശിഷ്ടങ്ങളുമായ വസ്ത്രങ്ങളാലും മറ്റാഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ട ത്രയംബകം എന്നുള്ള ആ ഒരു ചാപം, അത് രാമൻ കണ്ടു. ഈ വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വലിക്കാമോ എന്ന് പറഞ്ഞു തരണമേ എന്ന് രാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു. ഒന്നും മടിക്കണ്ട, നീ ചെയ്തുകൊള്ളൂ, അതുകൊണ്ട് മംഗളമേ ഉണ്ടാകൂ എന്ന് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ മന്ദമന്ദം ആ ചാപത്തെ കണ്ടു. ജ്വലിച്ച തേജസ്സോടുകൂടി അതെടുത്ത് കുലച്ചു. എന്നല്ല, ആ വില്ല് മുറിച്ചു. ഇതാണ് നമ്മളിപ്പോൾ ശ്രവിച്ച ഭാഗം. സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ സീതാ സ്വയംവരത്തിനുള്ള പണമായിട്ടാണ് ഈ ഒരു വില്ല് ജനകൻ സൂക്ഷിച്ചിട്ടുള്ളത്. എത്രയോ വലിയ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ വന്ന് അത് ഇളക്കുന്നതിന് പോലും അസമർത്ഥരായി പരാജയപ്പെട്ടു പോയതാണ്. ലോകപ്രസിദ്ധന്മാരായ എല്ലാ രാജാക്കന്മാരും തന്നെ പരാജയപ്പെട്ടു പോയതാണ്. അവിടെയാണ് കേവലം ബാലനായ രാമൻ ആ വില്ല് കുലയ്ക്കാനാണ് ആവശ്യപ്പെട്ടതെങ്കിലും രാമൻ കുലയ്ക്കുകയല്ല ചെയ്തത്, പൊട്ടിക്കുകയാണ് ചെയ്തത്. അതൊടിഞ്ഞ ശബ്ദം സർവ്വലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചു എന്ന് ഇനി വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ അത്ഭുത പരാക്രമശാലിയായ രാമൻ
മന്ദമന്ദമാണ് ആ വില്ലിനടുത്തേക്ക് പോയത്. എല്ലാം എനിക്ക് സാധിക്കുമെന്ന ആ അഹങ്കാര ഭാവത്തോടു കൂടിയല്ല, അത്യന്തം വിനയത്തോടു കൂടി. അതും മഹർഷിയുടെ അനുവാദം വാങ്ങിയിട്ട്. ഇവിടെയൊക്കെയാണ് വ്യവഹാരത്തിലെ സമ്പ്രദായങ്ങളെ ശരിക്കെടുത്ത് കാണിക്കപ്പെടുന്നത്. നമ്മുടെ വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു സഭയിൽ നമ്മുടെ വ്യവഹാരം എങ്ങനെയായിരിക്കണം? രാജ്യസഭയിൽ, ജനകൻ്റെ രാജ്യസഭയിൽ മഹർഷിയുടെ കൂടെ പോയ കുമാരന്മാരാണ് രാമനും ലക്ഷ്മണനും. അതുകൊണ്ട് അങ്ങേയറ്റം വിനയഭാവത്തെ കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് രാമൻ്റെ വ്യവഹാരം. അങ്ങനെയെല്ലാം ബാഹ്യമായി വ്യവഹാരം ചെയ്താലും രാമൻ ആ വില്ല് പൊട്ടിച്ചു കളഞ്ഞു. വില്ല് പൊട്ടിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ജനകൻ പറഞ്ഞത് അത് കുലയ്ക്കാനാണ്. അത് കുലയ്ക്കാൻ വേണ്ടി പോകാനാണ് വിശ്വാമിത്രനും പറഞ്ഞത്. വില്ല് കുലയ്ക്കാൻ അറിയാത്ത ആളല്ല രാമൻ. പക്ഷേ 5000 പേർക്ക് എടുക്കാൻ പറ്റുന്ന തരം അത്രയും വലിയ വില്ല് രാമൻ പൊട്ടിച്ചു കളഞ്ഞു. എന്തിനാണ് രാമൻ ആ വില്ല് പൊട്ടിച്ചിട്ടുണ്ടാവുക? ഇത് വാൽമീകി മഹർഷിയോ വ്യാസഭഗവാനോ ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല, എഴുത്തച്ഛനും പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ സ്പഷ്ടമാണ് അർത്ഥം. ഈ വില്ല് കുലയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയാണ് നേടുന്നത്. സീത കഴിച്ചോളണം നിർബന്ധമില്ല. കാരണം വിവാഹത്തിൽ അധികാരം സ്ത്രീക്കാണ്. യോഗ്യത നേടിയ ആളെ വരണമാല്യം കഴുത്തിൽ അണിയിച്ച് സീത സ്വീകരിച്ചാൽ മാത്രമേ വിവാഹം നടക്കൂ. എന്നിരിക്കെ ഈ വില്ലിവിടെ ശേഷിക്കണ്ട എന്ന് രാമൻ ചിന്തിച്ചോ? സാക്ഷാൽ നാരായണനും ലക്ഷ്മിയും, പരമാത്മാവും പരാശക്തിയും, പുരുഷനും പ്രകൃതിയും, ശിവനും ശിവയും എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് പറയുന്ന പാരമാർത്ഥിക തത്വങ്ങളാണ് സീതയും രാമനും. ആ സീതയെ വിവാഹം കഴിക്കാൻ മറ്റൊരാൾക്ക് യോഗ്യതയില്ല. അങ്ങനെ യോഗ്യത ഉണ്ടാവുന്ന സ്ഥിതിയുമില്ല. ഇത് കാണിക്കുകയല്ലേ രാമൻ ചെയ്തത്? അതുകൊണ്ടല്ലേ പൊട്ടിച്ചത്? കാരണം കുലയ്ക്കാൻ ആവശ്യപ്പെട്ട് പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ ഗർവോടുകൂടി ചെയ്തതല്ല രാമൻ. അതുകൊണ്ട് തന്നെ സീതാപരിണയത്തിന് മറ്റൊരു യോഗ്യതയുള്ള ആളില്ല, ഉണ്ടായിട്ടില്ല, ഒട്ടുണ്ടാവാനും പാടില്ല. അതുകൊണ്ട് രാമൻ ആ വില്ല് ശൈവചാപം ഭഞ്ജിച്ചു. ഇതാണ് വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥം. ഇപ്പം ശ്രീരാമൻ്റെ അവതാര ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ ശൈവചാപം ഭഞ്ജിച്ചു എന്നുള്ള സന്ദർഭം. നല്ലപോലെ അതിനെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യാമെന്ന് മാത്രം പറയട്ടെ. നമസ്കാരം.